അടുത്തതായിട്ട് നിങ്ങളുടെ ചോദ്യം രുദ്രാക്ഷത്തെ പറ്റിയാണ്. ഇപ്പോൾ എല്ലാവരും രുദ്രാക്ഷത്തിൻ്റെ പുറകെയാണ്. രുദ്രാക്ഷം ധരിക്കുന്നു. ഈ രുദ്രാക്ഷം ധരിച്ചതുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നതാണ് ചോദ്യം. നമുക്ക് നേരിട്ട് നോക്കാം. ഞാൻ ഇവിടെയുള്ള രുദ്രാക്ഷം ചെക്ക് ചെയ്ത് കാണിക്കാം. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത് നമുക്ക് ഗുണമുണ്ടോ ഇല്ലയോ. നേരിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ 2-3 രുദ്രാക്ഷമുണ്ട്. ഒരെണ്ണം ഞാൻ എടുത്ത് വെച്ചു. ഇതിൻ്റെ പോസിറ്റീവ് എനർജിയുടെ ഫ്രീക്വൻസി ഇട്ടു. പോസിറ്റീവ് ആണെങ്കിൽ ഇതിന് പോസിറ്റീവ് എനർജി വരുന്നുണ്ടെങ്കിൽ ഇത് ചലിക്കണം. നമ്മുടെ ആൻറ്റിന ചലിക്കണം. അതുണ്ടാവില്ല നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ കൊണ്ടുപോവുകയാണ്. ഒരു ചലനവും നമ്മുടെ ആൻറ്റിനയെ സംഭവിക്കുന്നില്ല. ഒരു തരത്തിലും അനങ്ങുന്നില്ല. ഇനി ഇത് ഹ്യൂമൻ സെല്ല് ശരീരത്തിനും മനുഷ്യൻ്റെ ശരീരത്തിന് നല്ലതാണോ എന്ന് അതിൻ്റെ ഫ്രീക്വൻസി ഇട്ടും കൂടെ നമുക്ക് നോക്കാം. ഇതും ഒരു ചലനവും ഉണ്ടാക്കുന്നില്ല. ഒരു തരത്തിലും അനക്കം പോലും ഉണ്ടാകുന്നില്ല. അതുപോലെ മറ്റൊരു രുദ്രാക്ഷം, ഒരു രുദ്രാക്ഷം കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കളയാം. ഇതിപ്പോൾ ഹ്യൂമൻ സെല്ലിൻ്റെ ഫ്രീക്വൻസിയാണ് കിടക്കുന്നത്. അതൊന്ന് നോക്കാം. ചലിക്കുന്നില്ല. ഒരു തരത്തിലും ഒരു അനക്കവും ഇതിനില്ല. ഇനി ഇത് പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് പോസിറ്റീവ് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അഥവാ ഈ രുദ്രാക്ഷങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവുമില്ല. ആ മേടിക്കുന്ന കടക്കാരന് മാത്രമേ ഗുണമുള്ളൂ. അപ്പോൾ രുദ്രാക്ഷത്തിൻ്റെ കാര്യം നിങ്ങൾ കണ്ടല്ലോ, നേരിട്ട് കണ്ടല്ലോ. രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം ഒരു രുദ്രാക്ഷവും എനർജി പ്രൊഡ്യൂസ് ചെയ്യണില്ല എന്നോ ഇത് ഹ്യൂമൻ ബോഡിക്ക് നല്ലതല്ല എന്നോ അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം എൻ്റെ കിട്ടിയ 3 രുദ്രാക്ഷവും ഇത് ചെയ്യുന്നില്ല. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് രുദ്രാക്ഷങ്ങൾ ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ അതുപോലെയുള്ള ജെനുവിനായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡീലർ അടുത്തുനിന്ന് മാത്രമേ ഇത് മേടിക്കാവൂ. രണ്ടാമത്തെ കാര്യം, എത്ര നല്ല രുദ്രാക്ഷമാണെങ്കിലും അതിൻ്റെ എനർജി റീചാർജ് ചെയ്യേണ്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് റീചാർജ് ചെയ്യാതിരുന്നാൽ ഇങ്ങനെ അത് പോകും. പിന്നെ കാലപ്പഴക്കം കൊണ്ട് രുദ്രാക്ഷത്തിൻ്റെ പവർ പോകാറുണ്ട്. ഇതിൽ ഏതുകൊണ്ടാണ് നമ്മുടെ ഇരിക്കുന്ന രുദ്രാക്ഷത്തിന് പവർ ഇല്ലാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ മേടിക്കുമ്പോൾ സൂക്ഷിക്കുക. നല്ല വിശ്വാസ്യതയുള്ള അതിൻ്റെ കച്ചവടക്കാരിൽ നിന്ന് മാത്രമേ ഇത് മേടിക്കാവൂ. അല്ലെങ്കിൽ ഇത് ധരിച്ചുകൊണ്ട് ഒരു ഗുണവും നിങ്ങൾക്കില്ല. ആ കടക്കാരന് കുറേ കാശ് കിട്ടുമെന്നുള്ളതാണ്. മറ്റൊരു ഗുണവും ഇതിൽ നിന്നില്ല എന്ന് മനസ്സിലാക്കുക.